നീ ഒന്ന് അടങ്ങിയിരിക്കും. കൊല്ലണം, അവനെയും അവളെയും കൊല്ലണം. കൊന്നിട്ട് എന്തിനാ ജയിലിൽ പോയി കിടക്കാനോ? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടില്ലേ? ഗിരിയേട്ടാ, ഗിരിയേട്ടാ, ഏട്ടാ, ഏട്ടാ, ചേച്ചി, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ണു തുറന്നു. ഗിരിയേട്ടാ, എണീറ്റിരിക്കെ. ഗിരിയേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? പാവർ ചേച്ചിയുള്ളോണ്ട് ഏട്ടന്റെ ജീവൻ രക്ഷപ്പെട്ടു. ദേവി ഒന്ന് നിക്കണേ, ഒന്ന് പറഞ്ഞോട്ടെ. അതെ, ഒന്ന് നിക്കണേ. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് സംസാരിച്ചോട്ടെ. ഒരു സംസാരവും വേണ്ട. നിങ്ങൾ വണ്ടി കയറ. അല്ല, അതെ, നാണം കെട്ടിടത്തോളം മതി. ഇനി ഇവിടെ നിന്ന് നാണം കെടാൻ ഞങ്ങൾക്ക് വയ്യ. അയ്യോ, അയ്യോ, അവിവേകം ഒന്നും കാണിക്കല്ലേ. ഇവളെ ഞാനിന്ന് കൊല്ലും. വേണ്ട, ഇവള് കാരണം ഞാനിന്ന് നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടും. എന്റെ കുടുംബത്തിന്റെ അഭിമാനമാണ് നഷ്ടമായത്. ഇനി എങ്ങനെ ഞാൻ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? അതുപോലെയുള്ള വൃത്തികളല്ലേ ഇവള് കാണിച്ചത്. ശ്വാസം നിലച്ചു കിടക്കുന്ന ഗിരിയേട്ടന് CPR കൊടുത്തത് വൃത്തികേടായിട്ട് അച്ഛന് മാത്രമേ തോന്നൂ. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അത് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. പക്ഷേ മോളെ, ഇന്ദ്രജിത്തിന്റെ വീട്ടുകാർക്ക് ഒരു നീരസം ഉണ്ടായില്ലേ? അത് ഞാൻ നോക്കുന്നില്ല. എനിക്ക് വലുത് ഗിരിയേട്ടന്റെ ജീവനാ. എന്നാ എനിക്ക് വലുത് നിന്റെ ജീവിതം. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച ഇന്ദ്രജിത്തോട്ടായിരിക്കും. ഇല്ല അച്ഛ, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. ഇനി അച്ഛൻ എന്നെ കൊന്നാലും ശരി, ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല. കെടുത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കില് ഇനി നീ നിന്റെ അമ്മയെ ജീവനോടെ കാണില്ല. കൊല്ലും. മോളെ, കല്യാണത്തിന് സമ്മതിക്ക്. അമ്മയൊന്നും ചെയ്യരുത്. എനിക്ക് സമ്മതോ? വാക്ക് മാറ്റിയ ഇല്ല, ഞാൻ വാക്ക് മാറ്റൂല.
ഇന്ദ്ര, നീ ഒന്ന് അടങ്ങിയിരിക്കും. വിട്. കൊല്ലണം. അവനെയും അവളെയും കൊല്ലണം. കൊന്നിട്ട് എന്തിനാ ജയിലിൽ പോയി കിടക്കാനോ? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടില്ലേ? ഇനി ഞാൻ ആ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവിടെ നടന്നത് എന്റെ പെണ്ണുകാണൽ ചടങ്ങാണെന്ന് അവിടെയുള്ള ഒട്ടുമിക്ക പേർക്കും അറിയാം. അവരുടെയൊക്കെ മുമ്പിൽ ഇന്ദ്രൻ വെറും കോമാളിയായി പോയില്ലേ? നാണക്കേട് നിനക്ക് മാത്രല്ല ഈ കുടുംബത്തിന് കൂടിയാ. എന്തായാലും നീ കണ്ടെത്തിയ പെണ്ണ് അസലായിട്ടുണ്ട്. നിന്റെ വലിയ കൂട്ടുകാരുടെ പെങ്ങളല്ലേ അവള്? അവളെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ലായിരുന്നോ? ഇന്ദ്രൻ അവളുടെ സൗന്ദര്യത്തെ മയങ്ങിപ്പോയതായിരിക്കും. സൗന്ദര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, പെണ്ണിന്റെ സ്വഭാവ ഗുണം കൂടി അറിയേണ്ടിയിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം അവൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നകുലിനും അവളെ കുറിച്ച് നല്ലതേ പറഞ്ഞിരുന്നുള്ളൂ. അവൾ ഇത്തരക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ബന്ധത്തിന് ഇറങ്ങി പുറപ്പെടുമായിരുന്നോ? എന്തായാലും അവളെ സമ്മതിക്കണം. ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുമ്പോഴല്ലേ അവളവന്റെ ചുണ്ടത്ത്. അവളുടെ ഒരു ചികിത്സ. ഇവൻ അവളെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെന്ന് അവക്കറിയാം. എന്നിട്ടും വലിയ പടനിലത്ത് പത്മനാഭൻ, കരിനീലിക്കാവിലെ മൂത്ത പ്രമാണി. പറഞ്ഞിട്ടെന്താ, മോളെ വളർത്തി വെച്ചിരിക്കുന്നത് ഒരു അഴിഞ്ഞാട്ടക്കാരിയായിട്ടല്ലേ? എന്തായാലും അവളുടെ സ്വഭാവം നേരിട്ട് കണ്ടത് നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്തായാലും അവളെ അവനെ ഞാൻ വെറുതെ വിടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അതാ നല്ലത്. ഞാനൊരു തീരുമാനം പറയാം. നമുക്ക് ഈ ബന്ധം വേണ്ട. എല്ലാരെയും വിളിച്ചു വരുത്തി നാണം കെടുത്തിയ പത്മനാഭന് ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇത് വാങ്ങിച്ചേ, ഞാൻ പറിച്ചെടുത്ത പൂക്കല. അവന്റെ ഒരു പൂക്കള്. കേറിപ്പോടാ അകത്ത്. നീ എന്നെ പൂക്കള് വന്നിട്ട് നീ എന്നെ കളിയാക്കുമായിരുന്നല്ല? നിന്റെ അയ്യോ വേണ്ട, പൂക്കൾ പറിക്കില്ല. വേണ്ട, പൂക്കൾ പറിക്കില്ല. വേണ്ട, ചെയ്യണ്ട. വേണ്ട, വേദനിക്ക.